കൊച്ചി പാലാരിവട്ടത്ത് സിവിൽ പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി SI പണം തട്ടിയ കേസിൽ സസ്പെൻഷനിലായ KK ബൈജു മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു. കേസിൽ ഇതുവരെ 2 പേരാണ് അറസ്റ്റിലായത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വാർത്തയുടെ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. വളരെ വിചിത്രമായ ഒരു തട്ടിപ്പായിരുന്നു ഇത്. ഒരു സിവിൽ പോലീസ് ഓഫീസർ സ്പായിൽ പോയി ആ വിവരം ഭാര്യയെ അറിയിക്കുമെന്ന് പറഞ്ഞാണ് ഈ പാലാരിവട്ടത്തെ SI ആയ KK ബൈജു അയാളിൽ നിന്ന് 4 ലക്ഷം രൂപ വാങ്ങിയെടുത്തത്. സ്പാ ജീവനക്കാരിയുമായി ചേർന്നായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത്. അതിൽ 2 ലക്ഷം രൂപ ബൈജു സ്വന്തമാക്കുകയും ചെയ്തു. പിന്നാലെയാണ് CPO ബൈജുവിനെതിരെ പോലീസിൽ പരാതി നൽകിയത്. പാലാരിവട്ടം പോലീസ് ബൈജുവിനെ 1-ാം പ്രതിയാക്കി കേസെടുത്തു. 3 പേരാണ് പ്രതിപട്ടികയിലുണ്ടായത്. അതിൽ 2 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ സ്പാ നടത്തിപ്പുകാരിയായ രമ്യയും ഒപ്പം അവരുടെ സുഹൃത്ത് ഷിഹാമുമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. 1-ാം പ്രതി ബൈജു പക്ഷേ പോലീസുകാരാണ്. അയാളെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. പോലീസ് പൂർണ്ണതോതിൽ ശ്രമിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. നിലവിൽ ബൈജുവിന് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ളൊരു അവസരം പോലും ലഭ്യമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ബൈജു ഹൈക്കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. കേസിൽ 1-ാം പ്രതിയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനമുണ്ടായ ശേഷം ബൈജുവിൻ്റെ അറസ്റ്റിലേക്ക് പോയാൽ മതി എന്നാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. നേരത്തെ ബൈജുവിനെതിരെ വകുപ്പ് തല നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ഇയാളുടെ പശ്ചാത്തലമടക്കം, അതായത് കൂടുതൽ പേരിൽ നിന്ന് ഇത്തരം പണം തട്ടിയിട്ടുണ്ട്, കൊച്ചിയിലെ ഗുണ്ടാ മാഫിയുമായി ബന്ധമുണ്ട്, സ്പാ നെക്സസുമായി ബന്ധമുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. പ്രവിധ. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.